IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. പക്ഷെ എല്ലാം മനസ്സിലായ Yeah, എന്തൊക്കെ മനസ്സിലായി? കൺവെർസേഷൻ എല്ലാം മനസ്സിലായി. വാട്ട് ബോത്ത് ഓഫ് ദം നല്ലോണം മലയാളം അറിയാം. എല്ലാ ഡയലോഗും കറക്റ്റ് ആയിട്ട് പഠിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, ഒരു അക്ഷരം പറയാൻ പറ്റില്ല, എല്ലാം മനസ്സിലാവും. മനസ്സിലാവും. പിന്നെ അതിനുള്ള പ്രതികരണം എങ്ങനെയാന്ന് മാത്രം നോക്കിയാൽ മതി. എല്ലാം അറിയാം. आपका ईस्ट कोस्ट रीजन के साथ सेकंड मूवी है. हाँ, कैसा लगा है? बहुत अच्छा. फर्स्ट मूवी का एक्सपीरियंस वाज डिफरेंट था. ये मूवी और भी डिफरेंट है, तो वी नो हाउ इट वाज एंड वी रियली एक्सपेक्ट नहीं किया था कि सर को मैंने सर का नॉवल भी देखा जब मैं आई थी ऑडिशन के लिए. So he is more into that love stories, the drama based, the musical thing. कल अनु भगवती was like yeah okay that kind of director. मैं जब पहले स्क्रिप्ट वन लाइनर when I gone through it, sir you are going to make this movie, हाँ sir you are going to make this movie. तो फिर उसके बाद जब मैंने ट्रेलर लॉन्च में ट्रेलर देखा I was like out, my god. So it was even the teaser, the first teaser, Johnny Anthony sir and Sudesh sir, that one was like wow, what that creating that suspense, the bungalow, his Ami Chetan's entry, so was very 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 intriguing. बहुत अच्छा लगा. പെട്ടെന്ന് ചേട്ടന്റെ ഫേസ് നോക്കിയപ്പോൾ ദൈവമേ മൂർഖനെയാണല്ലോ പിടിച്ചതെന്ന് അല്ലല്ല എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ നായിക പ്രാധാന്യങ്ങൾ പലപ്പോഴും കുറവാണ് മലയാള സിനിമ. പക്ഷെ ഇതിൽ വളരെ പ്രാധാന്യമാണ് മോക്ഷ ചെയ്തിരിക്കുന്നത്. കാരണം അഭിനയം മാത്രമല്ല, ഡാൻസ്, അതുപോലെ ഒരുപാട് നല്ലൊരു കഥാപാത്രം, ഒരുപാട് പെർഫോം ചെയ്യാനുള്ളൊരു വേദിയാണ് ശരിക്കും പറഞ്ഞ ചിത്തിരി എന്ന് പറഞ്ഞാൽ. പല ഷെയ്ഡ്സിലും അല്ലേ. ഒരു സാധാരണ ഒരു ആക്ട്രസ് വന്ന് പെർഫോം ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചില കാറ്റഗറി ഓഫ് അല്ലെങ്കിൽ പെർഫോമൻസിൽ മാത്രം ഒതുങ്ങാം. ഇപ്പോൾ ഒരു പാട്ടിലും റൊമാൻസും ബാക്കി മാത്രം ചെയ്തു പോകുന്നതായി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ മോക്ഷയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഹീറോ ചെയ്യുന്ന പോലെ തന്നെ ഓൾ ഷെയ്ഡ്സ്, ഫൈറ്റ് ആയാലും ഡാൻസ് ആയാലും ഒരു ഭയങ്കര റെയർ ആണല്ലേ പൊതുവെ നമ്മുടെ ഇവിടെ മലയാള സിനിമയിലെ കാണാൻ. ഈ പടത്തിന്റെ പേര് തന്നെ ചിത്തിനി, ഒന്ന് ആലോചിച്ചു, ഒരു പെണ്ണിന്റെ പേരാണ്. അതെ, അപ്പൊ തന്നെ പോസ്റ്റർ ഒരു ലേഡിയാണ്. അപ്പം അതൊക്കെ നമ്മള് ഫൈറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഒയ്യോ ചെയ്തിട്ടുണ്ടോന്നോ ഇടിയോടിടി फाइट का एक्सपीरियंस बोलो. अरे सिनेमा का ഫൈറ്റ് അല്ല, फिल्म അതൊരു പാടുണ്ട്. അത് പറഞ്ഞാലും സിനിമയിൽ ओरिजिनल फाइट में इसका साथ फाइट कर कैमरा ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന ദിവസം മോക്ഷ ആ മൂഡിലാണ്. ആ മൂഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ ഓടിയിട്ടുണ്ട്. നമ്മൾ പറയില്ലേ കണ്ടാൻ വഴി ഓടി പറയില്ലേ, ഓടി ഭയങ്കര ആ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കിംഗ് വീഡിയോ ഇറക്കാനുള്ളതാണ്. That was superb and the location भी lit was. पहला फाइट है, दूसरा फिल्म में, दूसरा तेलुगु मूवी में किया था, लेकिन बंगाली मूवी में किया था. एक्चुअली मेरा प्रोटोगोनिस्ट मूवी वाज कर्मा. देयर आल्सो आई प्लेड अ सिजोफ्रेनिक साइको कैरेक्टर. तो उस मूवी से ही मुझे साउथ इंडिया में एंट्री मिला. वो मूवी देख, वो OTT रिलीज था, तो दैट वाज आल्सो अ साइकिक कैरेक्टर. तो so this here it's actually सभी बोल रहे हैं ये चित्तिनी, it's a multi-casting movie. Each and equally all the characters are important in the movie. नाम चित्तिनी है क्योंकि प्रेत is चित्तिनी, the ghost is चित्तिनी. लेकिन ऐसा कुछ it is चित्तिनी, the reaction is just there in the trailer. Vinay Chetan is telling it's a satyam, it's not a kalpana. It's an open truth. Everybody knows. So that's but each and every character is equally important in the movie, and I'm so lucky that I got to play this role with such of this stalwart actors, artists of Malayalam industry. സാറിന് ഒരു പ്രത്യേക ഒരു കഴിവാണ്, പ്രത്യേകിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ നല്ല ഭംഗിയോടെ പോർട്രേറ്റ് ചെയ്യാനും അവരുടെ ഒരു ബെസ്റ്റ് കൊണ്ടുവരാനും. ഫ്രം എനിക്ക് തോന്നുന്നു നമ്മൾ എൻ്റെയൊക്കെ ചെറുതിലെ കണ്ടേക്കുന്നതാണ് സാറിൻ്റെ ആൽബം. അപ്പം അതിലും ആ ഒരു അല്ല ആ കാര്യത്തിൽ സെലക്ഷൻ ഭയങ്കര സെലക്ഷൻ. അല്ല മാത്രമല്ല ഈ ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ക്യാരക്ടേഴ്സും ഫുൾ സ്റ്റഡീഡാണ് വിജയൻ സാർ. കാരണം അവരെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പറയണം, ഏത് രീതിയിൽ പറയണം ഒക്കെ തന്നെ പുള്ളി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളെ ലൊക്കേഷനിലേക്ക് വരുന്നത്. നമ്മളൊന്നും അഡീഷണൽ ചെയ്യേണ്ട ആവശ്യം. കാരണം അങ്ങനെയുള്ള ഇപ്പൊ കുറവാണ് പൊതുവെ.
ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിൽ കൂടെ അത്രയും കാരണം നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കഴിഞ്ഞാലോ അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. മനസ്സിലായില്ലേ? അത്രയും സ്റ്റഡീഡാണ് സ്ക്രീൻ പ്ലേ. ഈച്ച് ഡയലോഗ് ഈച്ച് മൂമെന്റ് വരെ പുള്ളിയുടെ മനസ്സിലുണ്ട്. അത് ചെയ്യുക, അത് വാങ്ങിക്കുക, അത് മതി, ചെയ്തു കൊടുത്താൽ അത് നമ്മള് ചെയ്തു കൊടുത്താൽ മതി, അഡീഷണൽ ഒന്നും വേണ്ട. വേണ്ട, കാരണം അറിയാം എന്ത് വേണം എന്നുള്ള കാര്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഈവൻ സാധാരണ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ഡാൻസ് മാസ്റ്റർ ആയിരിക്കാം ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ഡയറക്ടർ ചിലപ്പോൾ അന്നത്തെ ദിവസം ചിലപ്പോൾ മാറിയിരുന്നേക്കാം. പക്ഷെ സാറാണ് ഈവൻ ഞങ്ങളുടെ റൊമാൻസ് സോങ്ങിൽ പോലും ഈച്ച് ആൻഡ് എവറി മൂമെന്റും പുള്ളിയുടെ മനസ്സിലെ സ്റ്റെപ്സ് ഞങ്ങൾ ചെയ്തേ ഉള്ളൂ. അവിടെ ഇരുന്ന് പുള്ളിയുടെ മനസ്സിൽ എന്താ പറയാ, എന്താണോ ആ റൊമാൻസ്, ഞങ്ങള് പുള്ളിയുടെ ഒരു എന്താ പറയാ പുള്ളിയുടെ മനസ്സിൽ ഞങ്ങൾ പ്ലേ ചെയ്തു. പണ്ട് വേനൽക്കിനാവ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കെ സേതു മധവൻ സാറിന്റെ സിനിമ, അത് ഒരു പാട്ടുണ്ട്, ആകാശമേടയ്ക്ക് വാതിലുണ്ടോ, ആകാശമേടയ്ക്ക് വാതിലുണ്ടോ, ആ പാട്ടുണ്ട്. ഭയങ്കര ഹിറ്റ് പാട്ടാണ്. അപ്പം അത് ഞാൻ നമ്മുടെ യദു കൃഷ്ണപ്രസാദ്, സുധീഷ് ശങ്കർ, ഇങ്ങനെ ഞങ്ങൾ 4 പേരാണ് സൈക്കിൾ ചവിട്ടി പോകുന്നൊരു പാട്ട് രംഗമാണ്. അപ്പോൾ ആ സമയത്ത് ഇൻ ഹരിഹർ നഗർ എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയമാണ്. മുകേഷ് ചേട്ടനും ജഗദീഷ് ചേട്ടനും അശോകനും. അപ്പം ഞങ്ങൾ അതിൻ്റെ ത്രില്ലാണ്, കാരണം ആ സിനിമ അറിയാം. അപ്പം ഞങ്ങൾ പുതിയ ചെറുപ്പക്കാർ, അപ്പം അതുപോലത്തെ ഒരു ഐറ്റം കൊടുക്കാം, അങ്ങനെ ഒരു പാട്ട് വരികയാണ്. ഏത് മറ്റേ ഉന്നമ്മറന്ന് തന്നെ അതില്ല. അപ്പം ഞങ്ങൾക്ക് ഇതുപോലത്തെ വേറെ സാധനം കിട്ടിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഞങ്ങൾ പൊളിക്കും എന്നുള്ളൊരു പ്ലാനിൽ. പക്ഷെ അദ്ദേഹത്തിന് ഒരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം എന്താ പറയുക, ആ കഥാപാത്രങ്ങൾ എന്ത് ചെയ്യണം. അത് ഇൻ ഹരിഹർ എന്ന വേറെ റൂട്ട് സിനിമ, അത് വേറെ കോമഡിയും കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് അങ്ങനെയുള്ള സിനിമ. പക്ഷെ ഇതിൽ ക്യാരക്ടേഴ്സാണ്. അതായത് ടീനേജർ, ഒരു 10-17 വയസ്സുള്ള ടീനേജ്, 17-18 ഇയേഴ്സിൽ ആ ചെറുപ്പക്കാർക്കുള്ള ഒരു എന്താണ് ഒരു മനസ്സ്, അതാണ് നമ്മുടെ ആ സൈക്കിൾ സോങ്ങിൽ കാണിക്കുന്നത്. അപ്പൊ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ മനസ്സിലായില്ലേ? അത് കണ്ടപ്പോൾ അന്നും കാണാൻ പറ്റും ആ സിനിമ, ആ പാട്ട് ഇന്നും കാണാൻ പറ്റും. ഓക്കെയാണ് ആ സംഭവം നമ്മൾ ആലോചിക്കുമ്പോൾ. അതേപോലെയുള്ള ഒരു ഡയറക്ടോറിയൽ വേർഷനാണ് ഞാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങൾ, ആ കഥാപാത്രം എന്ത് ചെയ്യണം, എന്ത് പറയണം, എങ്ങനെ നീങ്ങണം, എന്ത് സ്റ്റെപ്പ് വെക്കണം എന്നുള്ളത് വിജയൻ സാറിന്. അദ്ദേഹത്തിന്റെ ഓഡിയോ കാസറ്റുകളാണെങ്കിലും വീഡിയോ ആൽബങ്ങൾ എടുത്തു നോക്കിയാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അതേ മൂവ്മെന്റ് ആണ്. വരുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ബ്യൂട്ടി ഹീറോയിൻ എപ്പോഴും. അല്ല, അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കാൻ എന്താ അറിയോ, ഇതിൽ 2 ഡയലോഗ് കൂടുതൽ അടിച്ചാൽ എന്താ, കോമഡി പറഞ്ഞാൽ എന്താ, അത് കുഴപ്പമാണ് ചെയ്തു കഴിഞ്ഞാൽ മൊത്തം പൊളിയും. പ്രത്യേകിച്ച് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കിട്ടുന്നു, ഒരു സോങ് പ്ലേ ആവുന്നു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നമ്മളൊരു നോട്ടം പോലും ചിലപ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് ചിലപ്പോ വരാം. ഉള്ളിന്ന് പ്രത്യേകിച്ച് ഈ ഒരു മാറി വരാന്നുള്ള ഉദ്ദേശിക്കുന്നത് സമ്മതിച്ചു, അത് ഒരിക്കലും സമ്മതിച്ചില്ല. ഒരു നോട്ടം പോലും വേണ്ട പോലെ എന്ന് പറയാ. നമ്മൾ ഒത്തിരി ശ്രമിച്ചു നോക്കാൻ. ശ്രമിക്കണ്ട, അത് ഓട്ടോമാറ്റിക് വരും. പക്ഷെ ആ വരുന്നത് അങ്ങനെ ക്യാരക്ടർ വിട്ട് കളിക്കരുത്. പോലീസുകാരനാണ്, അയാൾക്ക് പ്രേമിച്ച് കിടക്കലല്ലോ പ്രാധാന്യം. പ്രേമുണ്ട്, അത് വേറെ കാര്യം, അത് നടക്കട്ടെ. നമ്മുടെ സ്വഭാവം എടുക്കണ്ട, ഒറിജിനൽ ക്യാരക്ടർ വേണ്ട. അല്ല, അത് ഞാനും ഇതിനു മുമ്പ് അനുഭവിച്ച കാര്യങ്ങളാണ്. നമ്മൾ ചെറുപ്പത്തിൽ അഭിനയിക്കുന്ന സമയങ്ങളിൽ പറഞ്ഞ പോലെ പ്രേമ ഗാനരംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഇഷ്ടം തോന്നാം നായികയായിട്ട്. അത് വരുന്നൊരു കാര്യമാണ്. പക്ഷെ അത് ലിമിറ്റ് വെക്കേണ്ടത് ഡയറക്ടറാണ്. അങ്ങനെ ഇഷ്ടം തോന്നിയ നായിക ആരായിരുന്നു? നമ്മൾ അഭിനയിക്കുന്ന എല്ലാവരോടും ഇഷ്ടം തോന്നുന്നു. ഒരു 6 അടിക്കാന്ന് പറഞ്ഞ ഞാൻ നടക്കില്ല. ഒരു വിളവ് നടക്കൂല അവിടെ. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഇഷ്ടം തോന്നും ആ നായികയോട്, സ്വാഭാവികമല്ലേ. അത് ലിമിറ്റാണ് നമ്മുടെ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്ന് പറയുന്നത്. ആ ലിമിറ്റ് ഒഴിവാകരുത്. ലിമിറ്റ് ചിലപ്പോൾ കൂടാം, വേണമെങ്കിൽ കുറയ്ക്കാം. അതൊക്കെ ഡയറക്ടർ തീരുമാനിക്കാൻ എന്ത് ചെയ്യണം. ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഒരു വ്യത്യാസമില്ലാതാണ് അദ്ദേഹം പിടിച്ചു നിർത്തിയത്. ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും പുള്ളിയുടെ കൺട്രോളിലാണ് മൊത്തം പോയത്. യെസ്. IELTS any result ഉള്ളിടത്ത് പഠിക്കാം. NETUS Academy, the best language academy in Kerala. ചേഞ്ച് ആകൂ, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.